ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് ട്രേഡിംഗ് കാർഡ്സ് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പോക്കിമോൻ. ഇതെൻ്റെ സൈഡക്ക്. ഓക്കെ, ഇന്നപ്പോൾ നമുക്കൊരു പോക്കിമോൻ, ഞാൻ കുറേ വീഡിയോസ് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും ഒന്ന് സംസാരിച്ചുകൊണ്ടൊന്നും ചെയ്ത് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ സംസാരിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ജേർണി ടുഗദറിൻ്റെ ഒരു ബൂസ്റ്റർ പാക്കാണ്. അമേരിക്കയിൽ ഇതിന് ഏകദേശം $5 വിലയുണ്ട് ഈ ഒരു പാക്കിന്. ഇത് കിട്ടാനും ഭയങ്കര പാടാണ്, വെറുതെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അവിടെ ഇഷ്ടം പോലെ സ്കാൽപ്പേഴ്സ് ഉണ്ട്, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 1-2 ഒക്കെ ഒപ്പിക്കും. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു പാക്ക്. ഇതിനകത്ത് മൊത്തത്തിൽ ഇങ്ങനത്തെ 4 വെറൈറ്റി പാക്കുകളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഇതിനകത്തുള്ള ഈ ബൂസ്റ്റർ പാക്കിനകത്തുള്ളത് ഏത് പാക്കാന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് 10 കാർഡുകളുണ്ട്, പിന്നെ ഒരു TCG പ്ലെയർ കാർഡും കൂടിയുണ്ട്, ഒരു കോഡ് കാർഡും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സ്കാർലറ്റ് ആൻഡ് വയലറ്റ് എറയിലെ ജേർണി ടുഗദറിലെ കാർഡാണ് ഇതെൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം ഇതിനകത്ത് എന്താ ഉള്ളതെന്നുള്ളത്. ഓൾ റൈറ്റ്, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, ഓൾറൈറ്റ്, കണ്ട ആ 4 സ്ലീവിനകത്ത് ഇതിനകത്ത് കാണിച്ചേക്കുന്ന 4 സ്ലീവ് ഉണ്ട്. അതിനകത്ത് ആ ഒരു ഇതുണ്ട്, ലാസ്റ്റ് 4ാമത്തെ പടത്തിലുള്ള ആ ഒരു സ്ലീവാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇങ്ങനെ 4 വെറൈറ്റി സ്ലീവ്സ് ഉണ്ടാവും ഈ ഒരു ബൂസ്റ്റർ പാക്കിനകത്ത്. അതിപ്പോൾ അത് അത്ര വലിയ കാര്യമൊന്നുമില്ല. അതിനകത്തുള്ള കാർഡുകളാണ് നമുക്ക് പ്രധാനം. ഏത് കാർഡ് കിട്ടും നമുക്ക് നോക്കാം ജേർണി ടുഗദർ എന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം ഉള്ളത് ഒരു കോഡ് കാർഡാണ്. പോക്കിമോൻ കളിക്കുന്നവരോ നോക്കുന്നവർക്കോ ഈ കോഡ് നിങ്ങൾക്ക് എടുക്കാം. ഓൾ റൈറ്റ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ആയിരിക്കും എൻ്റെ റെയർ കാർഡ്സ് ഒക്കെ ഉണ്ടാവുക. ഓക്കെ, ഹായ്, നല്ലൊരു എനർജി കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓൾ റൈറ്റ്, ഒരു ജോൾട്ടിക്കിനെയാണ് നമുക്ക് ഫസ്റ്റ് കാർഡായിട്ട് കിട്ടിയേക്കുന്നത്. ഒരു കോമൺ കാർഡാണ്, കണ്ടറിയാം. കോമൺ കാർഡ്, ലാർവസ്റ്റ, ബെൽഡം, ടോർക്കോൾ, എല്ലാം കോമൺ കാർഡ്സ് ആയിട്ട് ഇത് കിട്ടും. ഒരു അൺകോമൺ കാർഡ് കിട്ടിയിട്ടുണ്ട്, ഹോപ്സ് ബാഗ്, ഒരു ഐറ്റം കാർഡാണ്. അടുത്ത ഒരു ക്ലിങ് ക്ലാങ്, നൈസിലെ മാഗ്നറ്റിക് ബ്ലാസ്റ്റ്. പിന്നെ ഹോപ്സ് സാൻഡക്കോണ്ട, കൊള്ളാം, അത് നല്ലൊരു കാർഡാണ്, ഇത്തിരി പാടുണ്ടല്ലോ. ഓക്കെ, വേറൊരു ബൾഡം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ലൈക്ക് റിവേഴ്സ് ഹോളോ ആണ്. ലൈക്ക് കണ്ടോ, ഇവിടെ ഒരു റിവേഴ്സ് ഹോളോ പാറ്റേൺ. അടുത്ത റിവേഴ്സ് ഹോളോ ലോംബ്രെ. ഗൈസ്, മിമിക്യൂ, ഒരു റെയർ കാർഡാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. നോക്ക്, മിമിക്യൂ, വാവ്, കണ്ട എൻ്റെ പാറ്റേൺ കണ്ട. ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് സംതിങ്, മേ ബി. കൊള്ളാം, നൈസ് ഹിറ്റാണ് ഗൈസ്. അപ്പോൾ ഇതാണ് പോക്കിമോൻ്റെ ഒരു സ്റ്റൈല്. ഞാൻ അതിൻ്റെ പ്രൈസ് നോക്കുമായിരുന്നു കേട്ടോ, ഒരുപാട് കാശൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ കാർഡിൻ്റെയൊക്കെ ഈ പുതിയ ലേറ്റസ്റ്റ് വേർഷൻസ് കാർഡിൻ്റെയൊക്കെ പ്രൈസുകളൊക്കെ ഡൗൺ ആണ് മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ കണ്ടോ, ആകെ $1.31 ഇതിന് ഹിസ്റ്റോറിക്കൽ പ്രൈസ് സ്റ്റാർട്ടിങ് നമുക്ക് എടുത്താൽ നോക്കേ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ പ്രൈസ് നോക്കുമ്പോൾ ഇതിൻ്റെ കണ്ട ഈ കാർഡിനൊക്കെ നല്ല വില ഉണ്ടായിരുന്ന കാർഡുകളാണ്. ലൈക്ക് $4 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. ഇപ്പം അതിൻ്റെ ലൈക്ക് അൺഗ്രേഡഡ് കാർഡ്സ് സെല് ചെയ്യുന്നതൊക്കെ വളരെ കുറഞ്ഞ റേറ്റിനാണ്. അങ്ങനെ നോക്കാൻ അറിയാം, $1, $2. പക്ഷേ ഇതൊക്കെ വന്ന സമയത്ത്, ഇറങ്ങിയ സമയത്ത് നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു. ബട്ട് നമുക്കൊരു ഡബിൾ റെയർ കാർഡ് കിട്ടി, ലൈക്ക് ഒരു നൈസ് ഹിറ്റ്. നമുക്ക് പ്രൈസ് നോക്കണ്ട, എന്നാലും നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈസ് ഹിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്കുള്ള കാർഡായി നമുക്കിത് നൈസായിട്ടൊരു സ്ലീവിനകത്തേക്ക് ഇട്ടിട്ട് ഞാനിത് സൂക്ഷിച്ച് വയ്ക്കും.
അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സമീപിക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോസ് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റൊരു പോക്കിമോൻ കാർഡ് തുറക്കുന്നതായിരിക്കും. ഏതൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്ന റെയർ കാർഡ്സ് ഉണ്ടോ, ഇല്ലസ്ട്രേഷൻ റെയർസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് നമുക്ക് വീണ്ടും വരാം. അങ്ങനെ സൈഡക് സൈനിങ് ഓഫ്. ബൈ.